സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം. കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത്. മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്നുറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട്. താരപരിവേഷത്തോടെ ചലച്ചിത്ര രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ നാടകകലയിലും ശ്രദ്ധിക്കാൻ മോഹൻലാൽ മനസ്സുവെച്ചു. അതിനെ അടയാളപ്പെടുത്തുന്ന നാടകമാണ് ഛായാമുഖി. ശ്രദ്ധേയമായ എത്രയോ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ട മിഴിവോടെ അദ്ദേഹം വെള്ളിത്തിരയിലൂടെ മലയാള പ്രേക്ഷകൻ്റെ മനസ്സിൽ സ്ഥാപിച്ചു. ഭാവവൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ. വ്യത്യസ്തങ്ങളായ എത്രയോ ഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത്. ചലച്ചിത്ര കലാകാരനായിരിക്കെ തന്നെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവിയിലിരുന്ന് ചെറുപ്പക്കാരെ സൈനിക സേവനത്തിലൂടെ രാജ്യരക്ഷയ്ക്ക് സംഭാവന ചെയ്യാൻ മോഹൻലാൽ പ്രേരിപ്പിച്ചു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവവും. കേരളത്തിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തൻ്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നത് ഓർമ്മിക്കുന്നു. ഈയിടെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിലാണ് ശ്രീ മോഹൻലാൽ. കേരളത്തെയും കേരളീയരെ ആകെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേരളീയനായ ഈ കലാകാരൻ എല്ലാ ഘട്ടത്തിലും അഭിനയകലയിൽ അത്യപൂർവം പേർക്ക് മാത്രം അളന്നു കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. ഈ അഭിനയ പ്രതിഭയ്ക്ക് ശ്രീകുമാരൻ തമ്പിയുടെ നാമധേയത്തിലുള്ള പുരസ്കാരം നൽകുന്നത് അർഹതയ്ക്കുള്ള അംഗീകാരമായി തിളങ്ങി നിൽക്കും. ജീവിതമാകെ കലക്കായി സമർപ്പിച്ചാൽ മാത്രമേ കലയിൽ അത്യുന്നത തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കൂ. കലാരംഗത്തേക്ക് കടക്കുന്ന പുതുതലമുറക്കാർക്ക് ഈ സന്ദേശം പകർന്നു നൽകുന്ന ജീവിതത്തിൻ്റെ ഉടമകളാണ് ശ്രീകുമാരൻ തമ്പിയും മോഹൻലാലും. ചലച്ചിത്രം ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ മാധ്യമമാണ്. ഇത്ര ശക്തമായും വിപുലമായും മറ്റേതെങ്കിലും ഒരു കല ഇന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് പറയാനാവില്ല. അതിലെ ഓരോ അംശവും ജനമനസ്സുകളെ ബാധിക്കും. മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്നുറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും ആരാധനയുമൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അർത്ഥം. സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം. കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത്. കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇന്ത്യയിൽ ആകെ ഒരിടത്ത് മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണത്. ഈ മാതൃക പലയിടത്തും ഇനി സ്വീകരിക്കപ്പെടുമെന്നത് ഉറപ്പാണ്. സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും. അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ
പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ. ചലച്ചിത്ര രംഗത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കാര്യമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത്. ഇതിൻ്റെ ഭാഗമായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുള്ളതാണ്. ഇനി ഈ ചടങ്ങിൻ്റെ അർത്ഥത്തിലേക്ക്, സമ്പൂർണ്ണതയിലേക്ക് കടക്കുന്ന ധന്യമുഹൂർത്തം. സുഖദുഃഖങ്ങളുടെ പെൻഡുലമായ ജീവിതം കലയുടെ എഴുത്തിൻ്റെ പര്യായമാക്കിയ ശ്രീകുമാരൻ തമ്പിയുടെ നാമത്തിലുള്ള പുരസ്കാരം അഭിനയ വിസ്മയത്തിൻ്റെ 1000 കമലദളങ്ങൾ വിടർത്തിയ മലയാള സിനിമയുടെ അഭിനയ തമ്പുരാന് സമ്മാനിക്കുന്നു. പുരസ്കാര സമർപ്പണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പുരസ്കാരം സ്വീകരിക്കാനായി ശ്രീ മോഹൻലാലിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.